ഇതാ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കൈച്ചെയിൻ എങ്ങനെ ആക്കാമെന്ന് കാണിക്കാം. അതായത് ഇതേപോലത്തെ വയറാണ് കേട്ടോ, എലാസ്റ്റിക് വയറാണ്. അത് ഇതേപോലെ നമ്മൾ കൈൻ്റെ അളവ്, കുട്ടികളെ കൈൻ്റെ ആണ് അതേപോലെ അളവ് വെച്ചെടുക്കുക. അതിനേക്കാട്ടി കുറച്ചൊന്ന് എടുക്കുക. നമുക്ക് എന്താണ് കൂട്ടിയെടുത്ത് നമ്മളത് കെട്ടിടുമ്പോഴത്തേനും കൈക്ക് അളവ് കറക്റ്റ് ആവും കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അല്ല ചെയ്യുന്നത്. അപ്പോൾ 3 കളറാക്കിയിട്ട് എടുക്കാം, 3 കളറാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ അളവ് ഫുള്ളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ മാത്രമായിട്ട് ഒരു കുറച്ച് വീട് കോർത്തെടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ അളവ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ച പോലെയാണ്. പിന്നെ വന്നിട്ട് ഇതിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ ഇതേ ഉള്ളൂ. ഒന്ന് അതിൻ്റെ അളവ് എടുക്കുന്നത്, പിന്നെ വന്നിട്ട് അതിൻ്റെ കെട്ടിടുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാ കെട്ടിടുന്നതാണ്. ആ കെട്ടിടുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിന് കുറച്ച് പേള് കോർത്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ലോക്കറ്റ് പോലെയെല്ലാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നടുവശത്ത് നീല കളർ അല്ലെങ്കിൽ പേളോ സ്റ്റോണോ എന്തെങ്കിലും നമുക്ക് കോർത്തെടുക്കാൻ പറ്റുന്ന മോഡൽ ഉണ്ടെങ്കിൽ അതും കൂടെ നടുവശത്തേക്ക് കോർത്തെടുക്കുക കേട്ടോ. അതേപോലെ കുറച്ച് കോർത്തെടുക്കുന്നുണ്ട്. 2 വശത്തും ഓറഞ്ചും വൈറ്റും ഗ്രീനും ആക്കിയിട്ട് കോർത്തെടുക്കുക. ഇതാ ഇനി ഗ്രീനും കൂടെ കോർത്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെ കെട്ടണേന്ന് കാണിക്കാൻ മാത്രം. ഇനി ഗ്രീനും കൂടെ കോർത്ത് കാണിച്ചു തരാം. കോർക്കുന്നതൊന്നുമല്ല, കോർക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതിൽ ശ്രദ്ധിക്കാൻ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കെട്ടുന്നത് എങ്ങനെയെന്നാണ്. ഇത് പലർക്കും ഈ എലാസ്റ്റിക് വയർ കെട്ടുമ്പോൾ എന്താവും അയിന് പോകും. അങ്ങനെ അയിന് പോവാതിരിക്കാനും വേണ്ടി അങ്ങനെ കെട്ടാമെന്ന് മാത്രമേ ശരിക്കും ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. ഇത് ഇതേപോലെ ഇതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കെട്ടുന്നത് മാത്രമേ ശരിക്കും ഇതിൻ്റെ അളവ് എടുക്കുന്നത് കാണിച്ചു തന്നു. ഇതിൻ്റെ കെട്ടുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നോക്കിക്കോ. ഇതുപോലെ ഇതാ ഒന്ന് വലിച്ചില്ലേ, ഒന്ന് വലിച്ച ശേഷം രണ്ടാമത് ഈ വള്ളി ഇതിൻ്റെ ബാക്കിലൂടെ കൊണ്ടുവന്ന് ഫ്രണ്ട് വശത്തൂടെ കൊണ്ടുവന്ന് ഉള്ളി വശത്തേക്ക്